ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് പാസ്റ്റർ ബോബി ജോർജ്. കർത്താവിൻ്റെ സുവിശേഷ ദൗത്യവുമായിട്ട് കഴിഞ്ഞ 18 വർഷക്കാലമായിട്ട് ഈ പ്രദേശത്ത് കർണാടക സ്റ്റേറ്റിൽ ഉടുപ്പി ഡിസ്ട്രിക്റ്റ് ബൈന്ദൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ കർത്താവിൻ്റെ ദൗത്യവുമായിട്ടായിരിക്കാൻ എനിക്കും കുടുംബത്തിനും കർത്താവ് സഹായിച്ചു. ഞാൻ 1997 കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ മധ്യേ കർത്താവ് എനിക്ക് വ്യക്തമായ ദർശനം തരികയും കർണാടകയെക്കുറിച്ചുള്ളൊരു ഭാരം തരികയും അങ്ങനെ വിശ്വാസത്താൽ ഞാനും ഭാര്യയും 8 മാസം പ്രായമുള്ള പെൺമകളുമായിട്ട് ഞങ്ങൾ വിശ്വാസത്തോടെ ദേശത്തേക്ക് കടന്നു വന്നു. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസൻ അബ്രഹാം പാസ്റ്റർ ഇവിടെ അടുത്തുള്ള അദ്ദേഹം കാര്യങ്ങൾ ഒരുക്കുകയും ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഈ ബൈന്ദൂർ എന്ന് പറയുന്ന സ്ഥലം കർണാടകയുടെ തെക്കൻ മേഖലയാണ്, കടലോര പ്രദേശമാണ്. അപ്പോൾ തന്നെ മലയോര പ്രദേശത്തിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കൊങ്കൺ വാലി താഴ്വരയിലെ ഭാഗങ്ങളാണ്. 50 വർഷങ്ങൾക്ക് 60 വർഷങ്ങൾക്കൊക്കെ മുമ്പ് അനേക മലയാളികൾ ഈ ഭാഗത്തേക്ക് കുടിയേറി. ഇത് കന്നഡയും മലയാളവും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. വളരെ മനോഹരമായ പ്രകൃതി സുന്ദരമായ ഈ സ്ഥലത്ത് അനേക ആത്മാക്കളെ കർത്താവ് അനേക അത്ഭുതങ്ങളിലൂടെ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത അനേകർ കേൾക്കുകയും മാരകമായ ചില രോഗങ്ങളായിരുന്ന പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ കരസ്പർശനത്താൽ സൗഖ്യമായ സാക്ഷ്യങ്ങൾ, എയ്ഡ്സ്, ക്യാൻസർ അങ്ങനെയുള്ളതായ രോഗങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് അനേകരെ വിടുവിക്കുകയും അനേക മദ്യപാനികൾ കർത്താവിനാൽ തകർന്ന കുടുംബങ്ങൾ കർത്താവിനാൽ സന്ദർശിക്കപ്പെട്ട് സുവിശേഷം കേട്ട് അവരെ കർത്താവിനെ അറിയുകയും ചെയ്തു. അങ്ങനെ ഈ ബൈന്ദൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആസ്ഥാനമാക്കിക്കൊണ്ട് കർണാടകയുടെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത 30,000 ഗ്രാമങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ 18 വർഷവുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവം അത്ഭുതങ്ങളെ ചെയ്ത് മരണത്തിൽ നിന്നും ശത്രുവിൻ്റെ കയ്യിൽ നിന്നുമെല്ലാം ദൈവം വിടുവിച്ച് അനേക സാക്ഷ്യങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് പറയുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഈ 18 വർഷത്തിനിടയിൽ കർത്താവ് തന്ന സുവിശേഷ ദൗത്യത്തിൻ്റെ ഭാരം അതിൻ്റെ ഫലമായിട്ട് 27 സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കുവാനും ഇവിടുത്തുകാരെ സുവിശേഷത്തിനായിട്ട് ദൗത്യത്തിനായിട്ട് പരിശീലിപ്പിച്ച് അവരുടെ ഗ്രാമങ്ങളിലേക്ക് അയച്ച് അവിടെ സഭകൾ സ്ഥാപിക്കുവാനും കർത്താവ് സഹായിച്ചു. വലിയൊരു ദൗത്യം മുന്നിലുണ്ട്. 30,000 ഗ്രാമങ്ങൾ ഇന്നും സുവിശേഷം കേൾക്കാതെ കിടക്കുന്നു, സുവിശേഷ പ്രവർത്തകരില്ലാതെ കിടക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ രോഗിയായ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരും എല്ലാം ഉപേക്ഷിച്ച് പലവിധ അസുഖങ്ങൾ, എയ്ഡ്സ്, ക്യാൻസർ, TB ഇങ്ങനെ 3 അസുഖങ്ങൾ ബാധിച്ച് മരണത്തിൻ്റെ അവസ്ഥയിലെത്തിയ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ പരസഹായത്താൽ പിടിച്ചുകൊണ്ട് ഇവിടെയൊക്കെ കയറി വന്നു. അദ്ദേഹത്തിൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ ദേവാലയങ്ങളിലും പോയി മെഴുകുതിരി കത്തിക്കുക, അപ്പോൾ ചിലപ്പോൾ നിനക്ക് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എല്ലാ ദേവാലയങ്ങളിലും മെഴുകുതിരി കത്തിച്ചു. എന്നിട്ടും സൗഖ്യമാകാതെ നിരാശനായി. മരിച്ചാൽ മതി, ആത്മഹത്യ ചെയ്യണം, എന്നാൽ മരിക്കാൻ അദ്ദേഹത്തിന് പേടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലും കൂടെ പോയി ബാക്കി മെഴുകുതിരിയും കൂടെ കത്തിച്ചിട്ട് മരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ വന്നപ്പോൾ അദ്ദേഹത്തിന് 118 സങ്കീർത്തനം അതിൻ്റെ 17 18 വാക്യം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിർദ്ദേശം നൽകി. അത് അദ്ദേഹത്തെ കൊണ്ട് പല പ്രാവശ്യം ഏറ്റുപറയിപ്പിച്ചു. അപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാൻ മരിച്ചാലും ജീവിച്ചാലും യേശുവിനായിട്ട് ഇനിയും ജീവിക്കുമെന്നുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ കർത്താവ് പരിപൂർണ്ണ സൗഖ്യം കൊടുത്തു. വളരെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ബാക്കിലുണ്ട്. പിന്നെയും അദ്ദേഹത്തിന് ആ അസുഖം വീണ്ടെടുത്തു. അവരുടെ വീട്ടുകാരൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിറക് വരെ വെട്ടി റെഡിയാക്കി വെച്ചു. ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിലാണ് കൊണ്ടുവന്നത്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ
അദ്ദേഹത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു, സഭയായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ. അതുപോലെ മറ്റൊരു എയ്ഡ്സ് രോഗമായ സഹോദരി, ആ സഹോദരിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. അങ്ങനെ അനേക രോഗസൗഖ്യങ്ങൾ, ഭൂതബാധിതരായ അനേകരെ കർത്താവ് സൗഖ്യമാക്കി. എന്നാൽ ഇനിയും ഇങ്ങനെ അനേക സൗഖ്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കർണാടകയിലെ ബൈന്ദൂരെ ആസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് എന്നെ കേട്ട എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് എനിക്ക് അന്ന സമയത്തിന് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.